ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ ഓരോരുത്തരും യുണീക്കാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതിയിലും വ്യത്യസ്തമായ സാഹചര്യത്തിലുമാണ് ലൈംഗികതയെ ആസ്വദിക്കുന്നത്. ഞാനിന്ന് പറയുന്നത് നല്ല സുന്ദരിയായിട്ടുള്ളൊരു ആൻറ്റിയെക്കുറിച്ചാണ് കേട്ടോ. ഒരു പ്രത്യേക വ്യക്തിത്വമുള്ള ഒരു പ്രത്യേക രീതിയിൽ ജീവിതം ആസ്വദിക്കുന്ന ഒരു ആൻറ്റിയെക്കുറിച്ച്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവരെക്കുറിച്ച് നേരത്തെ ഞാനൊരു ഓഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതെന്തായാലും ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഈ ആൻറ്റിയെ സംബന്ധിച്ച് ഓരോ വർഷം കഴിയുന്തോറും ഗ്ലാമർ കൂടിക്കൂടി വരുക, പ്രത്യേകിച്ചും സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ. അതുപോലെ ആകർഷണം മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധയുണ്ട്. ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ വസ്ത്രധാരണവും ഹെയർ സ്റ്റൈലുമാണ്. രണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ യുവാക്കളെ സംബന്ധിച്ച് ഇവരെ കാണുന്നത് തന്നെ ഒരു പ്രത്യേക സന്തോഷമാണ്. പുള്ളിക്കാരിയെ സംബന്ധിച്ച് 1-2 ബിസിനസ്സുണ്ട്. പ്രധാനമായിട്ടും ഇവരാണ് മാനേജ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും സ്റ്റാഫിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈലാണ് അവർക്കുള്ളത്. അപ്പോൾ ഇതിനിടയ്ക്ക് ചില യുവാക്കൾ ആൻറ്റിയെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ വേണ്ടി വരുന്നവരുണ്ട്, ഇൻ്റർവ്യൂവിൻ്റെ പേരും പറഞ്ഞ്. അതുകൊണ്ട് തന്നെ ഒരാളോട് കുറച്ച് സമയം സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവും ആ ആൾ ആരാണെന്നും എന്താണെന്നും. അപ്പോൾ ഇതിനകത്ത് അവർക്ക് താല്പര്യം തോന്നുന്ന പുരുഷന്മാരും ഉണ്ട്. അതങ്ങനെയാണല്ലോ, ഒരാൾക്ക് നമ്മളോട് ആകർഷണം തോന്നുന്നെങ്കിൽ ഇതേ താല്പര്യം നമുക്കും പലരോടും തോന്നാറുണ്ട്. അതൊരു പ്രകൃതി നിയമമാണ് കേട്ടോ. അതുകൊണ്ടാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഇഷ്ടത്തോടെ ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്യത്തില്ല. ലൈംഗികതയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പൂർണ്ണമായ വിശ്വാസവും ഇഷ്ടവും വേണം. എന്ന് വെച്ചാൽ അവർക്കിത് വളരെ ഇഷ്ടമാണ്. അതെങ്ങനെ ആസ്വദിക്കണമെന്ന് നന്നായിട്ടറിയാം. ചില ആൾക്കാരെ നമ്മൾ നോക്കുവാണെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യത്തിനോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന ഊർജം ഇതാണ്. അതെങ്ങനെ ആസ്വദിക്കണമെന്നുള്ളത് അവർ സ്വയം കണ്ടെത്തുന്നുണ്ട് അവരുടേതായ സാഹചര്യത്തിൽ. ഒരു കാര്യമുണ്ട് കേട്ടോ, ലൈംഗികത നന്നായിട്ട് ആസ്വദിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ധാരാളം സ്ത്രീ പുരുഷന്മാരുണ്ട്. അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോസിറ്റീവ് എനർജി കൊടുക്കുന്നു, സന്തോഷം കൊടുക്കുന്നു. കാരണം ഇത് ആരുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു നെഗറ്റീവ് ഉണ്ടാകത്തില്ല. മറ്റുള്ളവരെ കൂടുതൽ ആശ്രയിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ അവരുടേതായ ഒരു സാഹചര്യം ഇതിനകത്ത് അവരൊരുക്കുന്നു. നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആരോഗ്യമായിട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു കാര്യം നന്നായിട്ട് ആസ്വദിക്കുന്നത്. ചില പുരുഷന്മാർക്ക് ഇവരോട് വെറുതെ ഇരുന്ന് സംസാരിച്ചാലും ഒരു പ്രത്യേക സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് വിശ്വാസവും ആകർഷണവും ഒക്കെ തോന്നുന്നവരോട് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കും. എന്നുവെച്ചാൽ കുറച്ച് പേഴ്സണലായിട്ടൊക്കെ സംസാരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലരുടെയും കാര്യങ്ങൾ പറയും. പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കിഷ്ടപ്പെട്ടവരോട് സംസാരിക്കുന്നത് ഒരു പ്രത്യേക താല്പര്യമാണ്. ഞാൻ നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓഡിയോയിൽ ഒരു യുവാവിനെക്കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, ഇൻ്റർവ്യൂവിന് വന്ന ഒരു യുവാവിനെക്കുറിച്ച്. ആ യുവാവിനെ സംബന്ധിച്ച് ഇതിനോട് ഒരു പ്രത്യേക താല്പര്യമുള്ള ആളായിരുന്നു. അതുപോലെ ആൻറ്റിയോടും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ഒരേ ഇഷ്ടങ്ങളുള്ള 2 പേര് തമ്മിൽ സംസാരിക്കുമ്പം അവർക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് മദ്യപാന ശീലമുള്ള ഒരു പുരുഷൻ അതേ കാറ്റഗറിയിലുള്ള മറ്റൊരു പുരുഷനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ 2 പേരുടെയും താല്പര്യം ഒന്നാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചായിരിക്കും കൂടുതലായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ചില പുരുഷന്മാരെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് ഇത് പറയും. അങ്ങനെ ഈ യുവാവിന് ഒരു ആത്മസുഹൃത്തുണ്ടായിരുന്നു. പുള്ളിക്കാരനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കൂടുതലാക്കിയും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിശ്വാസമുള്ള ചില സുഹൃത്തുക്കളുണ്ടല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഈ യുവാവും ഒരു ദിവസം ആൻറ്റിയെ കാണാൻ തീരുമാനിച്ചു. കൂട്ടുകാരനോട് പറഞ്ഞിട്ട് തന്നെ കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകാരൻ പഴയ ആളിനെക്കാട്ടിലും വില്ലനാണ് ഈ കാര്യത്തിൽ. അങ്ങനെ ഫസ്റ്റ് ഡേയിൽ പോയി ഒന്ന് പരിചയപ്പെടാൻ തീരുമാനിച്ചു. കണ്ടപ്പോൾ തന്നെ ആൻറ്റിക്ക് ഇഷ്ടമായി. കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ ഇവൻ അവരെ കയ്യിലെടുത്തു. ചിലർക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ, വാചകം അടിച്ച് വീഴ്ത്തുന്ന കഴിവ്. ഈ ആൻറ്റിക്കൊരു കാര്യമുണ്ട്, ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയെങ്കിലും അവരെ അറിയിക്കും. അതിന് ചില പ്രത്യേക രീതികളുണ്ട്. എന്നുവെച്ചാൽ നോട്ടത്തിലും സംസാരത്തിലും ഒക്കെ അതറിയാൻ പറ്റും. അങ്ങനെ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ പണ്ട് ചെയ്ത പോലെ ആൻറ്റി ഒരു പേന എടുത്ത് താഴേക്കിട്ടു അവരുടെ കാലിൻ്റെ സൈഡിലേക്ക്. അങ്ങനെ പേന എടുക്കാനായിട്ട് കുനിഞ്ഞു. പാദങ്ങൾ കണ്ടപ്പോൾ തന്നെ അത്ഭുതപ്പെട്ടു. ഇത്രയും ഭംഗിയുള്ള പാദങ്ങൾ ഇതിനു മുമ്പ് അവൻ കണ്ടിട്ടില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ആകർഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കാൽപാദങ്ങൾ.
യഥാർത്ഥത്തിൽ ആ കാലുകൾ കണ്ടപ്പോൾ ചിത്രം വരയ്ക്കാനല്ല തോന്നിയത്, കുറേ കാര്യങ്ങൾ ചെയ്യാൻ തോന്നി. അതെല്ലാം അവൻ അവിടെ എഴുതി വെച്ചു. അങ്ങനെ എഴുതി എഴുതി മേപ്പോട്ട് പോയി. യഥാർത്ഥത്തിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതിനേക്കാട്ടിലും ത്രില്ലുണ്ടാക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് ആൻറ്റി പോയി നോക്കിയപ്പോൾ കാല് മുഴുവനും സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മളെയും അതുപോലെ ഇഷ്ടപ്പെടുന്നത് ഒരു ലക്കാണ്. അന്ന് വൈകിട്ട് ആൻറ്റി അവനെ വിളിച്ചിട്ട് കുറേ നേരം സംസാരിച്ചു. ആക്ച്വലി ഈ ബന്ധപ്പെടുന്നതിൻ്റെ രസമെന്ന് പറയുന്നത് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്ത്രീ അങ്ങോട്ട് വിളിക്കുന്നതാ പുരുഷന് കൂടുതൽ ആത്മവിശ്വാസവും സന്തോഷവും. അങ്ങനെ ഓഫീസിൽ വലിയ തിരക്കില്ലാത്ത ഒരു ദിവസം വീണ്ടും അവർ കാണാൻ തീരുമാനിച്ചു. ഇവരെ സംബന്ധിച്ച് അങ്ങനെയാണ്, ഒരാളുമായിട്ടൊരു അടുപ്പം വന്നാൽ പിന്നെ അവരുമായിട്ടൊരു റാപ്പോർട്ടൊക്കെ ഉണ്ടാക്കി എൻജോയ് ചെയ്തു പോവും. അവരുടെ ഒരു രീതി അങ്ങനെയാണ്. അപ്പോൾ അന്നത്തെ ദിവസം വിസിറ്റേഴ്സ് ആരുമില്ല, തിരക്ക് തീരെ കുറവാണ്. അപ്പോൾ ഇവർക്ക് കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവധിയുള്ള ദിവസം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഓഫീസിൽ വരാൻ പറ്റത്തില്ല, വാച്ച്മാനുണ്ട്. അപ്പോൾ ഈ ആൻറ്റിയുടെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ വർക്കിൻ്റെ ഇടയ്ക്ക് തന്നെ ചെറിയ ചെറിയ റിലാക്സേഷൻ കണ്ടെത്തുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അവരുടെ ബിസിനസ്സും അവരുടെ സാഹചര്യങ്ങളും അവരുടെ രീതികളും അങ്ങനെയാണ്. ചില സ്ത്രീകളെയും പുരുഷന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ, അവർ ബിസിനസ് യാത്രകളുടെ ഇടയ്ക്ക് എൻജോയ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആൻറ്റിയെ സംബന്ധിച്ച് ബിസിനസ് ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് ആൻറ്റി ഓഫീസിൽ വന്ന ഒരു മീഡിയം ടോപ്പൊക്കെ ഇട്ട് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ആൻറ്റി വന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടായി യുവാവ് വന്നത്. അങ്ങനെ അവർ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു, തമാശയൊക്കെ പറഞ്ഞു. ഈ ആൻറ്റി നന്നായിട്ട് തമാശ പറയും കേട്ടോ. ചില ആൾക്കാർ മറിച്ച് ചൊല്ലി ഓരോന്നും പറയത്തില്ലേ, അത് ഇവർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന കൂട്ടത്തിൽ യുവാവ് ഒരു പേന എടുത്ത് ടേബിളിൻ്റെ അടിയിലേക്ക് ഇട്ടു. നേരത്തെ ആൻറ്റി അല്ലേ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവനൊരു ബർമൂഡയും ടീഷർട്ടും ഒക്കെ ഇട്ടാണ് അന്ന് വന്നത്. അങ്ങനെ പേനയൊന്ന് എടുത്തു കൊടുക്കാമെന്ന് ആൻറ്റിയോട് ഇവൻ ചോദിച്ചു. അപ്പോൾ അന്ന് പേന എടുത്തപ്പം യുവാവ് എന്തൊക്കെയാണ് ചെയ്തത് അതൊക്കെ ആൻറ്റിയും ഇവിടെ ചെയ്തു. ചിലരങ്ങനെയാണ് കേട്ടോ, അവർക്ക് ഏത് സാഹചര്യത്തിലും ആസ്വദിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് നല്ല വിശപ്പുള്ളപ്പോൾ നമ്മൾ ഏത് തിരക്കിൻ്റെ ഇടയിലിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ലേ? നല്ല ചൂട് സമയത്ത് ഒരു ഐസ്ക്രീം കിട്ടിയാൽ ആരാ തിന്നാത്തത്? തന്നെയല്ല, നല്ല ദാഹം ഉള്ളത് കൊണ്ട് ഈ പടം വരയ്ക്കാനും എഴുതാനും ഒന്നും തോന്നുന്നില്ല. അങ്ങനെ ആൻറ്റി പതുക്കെ ഐസ്ക്രീം ഇരിക്കുന്ന ബോക്സ് തുറക്കാൻ നോക്കി. കുറേ ശ്രമിച്ചിട്ടും ബോക്സ് അങ്ങോട്ട് തുറക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഒരാളൊന്നും അറിയാത്ത പോലെ മൊബൈൽ നോക്കി ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അങ്ങനെ ആൻറ്റി കുറേ ട്രൈ ചെയ്ത് അവസാനം ബോക്സ് തുറന്ന് ഐസ്ക്രീം പുറത്തെടുത്ത് കേട്ടോ. ഒരു സ്റ്റിക്ക് ഐസ്ക്രീമൊക്കെ കിട്ടിയാൽ ചില ആൾക്കാർ വളരെ പതുക്കെ തിന്നത്തുള്ളൂ, ഏത് സാഹചര്യത്തിലായാലും. ഈ പൂച്ചയൊക്കെ പാല് കുടിക്കുമ്പോൾ കണ്ണടച്ച് വെച്ചല്ലേ കുടിക്കുന്നത്, ആൻറ്റി അതുപോലെ. പിന്നൊരു കാര്യമുണ്ട്, ഒത്തിരി സമയമെടുത്ത് ഈ ഐസ്ക്രീം ഒലിച്ചു പോയാൽ പിന്നെ തിന്നാനൊക്കത്തില്ല. അന്ന് രാത്രി ഫോൺ ചെയ്തപ്പോൾ ആൻറ്റി അവനോട് ചോദിച്ചു ആ സമയത്ത് എന്താ തോന്നിയെന്ന്. അവൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ചില യുവാക്കളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രണയിക്കാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. എന്നാൽ ആൻറ്റിയെ സംബന്ധിച്ച് അത് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എന്ന് വെച്ചാൽ ഇതിനകത്തൊരു സൗഹൃദം കീപ്പ് ചെയ്യുന്നത് മാത്രമാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ പ്രണയിക്കേണ്ടവരെ മാത്രം പ്രണയിക്കുകയും സൗഹൃദം കൊടുക്കേണ്ടടുത്ത് അത് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, പിന്നെ അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.